Hey all, this is Minham here. So HMPV വൈറസ് ഇൻഫെക്ഷൻ അഥവാ ഹ്യൂമൺ മെറ്റാന്യൂമോ വൈറസ് ഇൻഫെക്ഷൻ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ്. ചൈനയിൽ ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടായതിനെ കുറിച്ചും ഇത് കോവിഡ് പോലൊരു പാൻഡമിക്കായി മാറും എന്നുള്ളതിനെ കുറിച്ചൊക്കെ അപ്പോൾ ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് HMPVനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ കവർ ചെയ്യണതാണ്. ആദ്യം തന്നെ എന്താണ് HMPV വൈറസ്? ഇത് കോവിഡിൻ്റെ പോലെ അതുപോലെ തന്നെ ബാക്കി റെസ്പിറേറ്ററി വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ പോലെ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന ഒരു വൈറസാണ്. റെസ്പിറേറ്ററി സിൻറ്റീഷ്യൽ വൈറസ് അഥവാ RSV എന്ന് പറഞ്ഞൊരു വൈറസിനോട് ഭയങ്കരമായിട്ട് സാമ്യം പുലർത്തുന്ന ഒരു വൈറസ് കൂടിയാണ് HMPV. RSV യൂഷ്വലി കാണുക മിഡ് വിൻ്ററിലൊക്കെ ആയിട്ടാണ്, പക്ഷേ HMPV യൂഷ്വലി കാണുന്നത് ലേറ്റ് വിൻ്ററിലാണ്. അപ്പോൾ ഇത് ആദ്യമായിട്ട് കണ്ടുപിടിച്ച 2001 ഇത് ആദ്യമായിട്ടല്ല, മീൻസ് ഈ 2025 നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്താണ് HMPV എന്നുള്ളതിനെ കുറിച്ച് പറയാനുള്ളത്. രണ്ടാമത് നമ്മൾ പറയാനുള്ളത് ഇതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. സാധാരണ കാണപ്പെടുന്ന പനി, ജലദോഷം, ചുമ, മൂക്കൊലിപ്പ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നെയാണ് HMPVയിലും നമുക്ക് കാണാൻ പറ്റുന്നത്. അല്ലാണ്ട് ഭയങ്കര സിവിയർ ആയിട്ടുള്ള സിംറ്റംസൊക്കെ ഭയങ്കര റയറായിട്ടാണ് HMPV വൈറസിൻ്റെ ഇൻഫെക്ഷനിൽ കാണപ്പെടുന്നത്. മൂന്നാമത്തെ കാര്യം അപ്പോൾ യൂഷ്വലി ചോദിക്കുക, ഇതപ്പോൾ എപ്പോഴാണ് ഒരു കോംപ്ലിക്കേഷനായി മാറുന്നത്, അല്ലെങ്കിൽ ആരെയാണ് ഇത് നമുക്ക് അറ്റ് റിസ്ക് എന്നായിട്ട് വിളിക്കാൻ പറ്റുന്നതായിട്ട് വരുന്നത്? അറ്റ് റിസ്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ശരിക്കും കുട്ടികളാണ്. കുട്ടികൾക്കാണ്, അതായത് യങ് ആയിട്ടുള്ള കുട്ടികൾക്കാണ് ഈ ഇൻഫെക്ഷൻ കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാൻ ചാൻസ്. അത് കൂടാണ്ട് തന്നെ ഓൾറെഡി ആസ്മ ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഓൾറെഡി വേറെ എന്തെങ്കിലും ലങ് ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ COPD ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റം വീക്കായ ആൾക്കാർ, ഫോർ എക്സാമ്പിൾ സ്റ്റിറോയിഡ് മരുന്നുകൾ എടുക്കുന്ന ആൾക്കാർ, ഇങ്ങനത്തെ ആൾക്കാരിലൊക്കെയാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് കൂടുതലും കാണപ്പെടാൻ ചാൻസ് ഉള്ളത്. അടുത്തത് എങ്ങനെയാണ് HMPV ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരണം എന്നുള്ളതാണ്. ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷനാണ് HMPV ബേസിക്കലി. ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചുമക്കുമ്പോൾ അല്ലെങ്കിൽ തുമ്മുമ്പോൾ ഒക്കെ നമ്മളെ വായുന്നോ അല്ലെങ്കിൽ മൂക്കുന്നോ പുറത്ത് വരുന്ന ഡ്രോപ്ലെറ്റ് വഴിയാണ് ഇൻഫെക്ഷൻ പടരുന്നത്. അപ്പോൾ ബേസിക്കലി നമ്മൾ ഈ ബാക്കി എല്ലാ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസിലും ഫോളോ ചെയ്യുന്ന ഒരു ബേസിക് എറ്റിക്വേ, അതായത് ഇപ്പോൾ നമ്മൾ മാസ്ക് ധരിക്കണതും അതുപോലെ തന്നെ ഹാൻഡ് ഹൈജീനും അതുപോലെ തന്നെ സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണതും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ HMPVയിലും പാലിക്കേണ്ടതായി വരുന്നുണ്ട്. ഓക്കെ, ഇനി എങ്ങനെയാണ് HMPV ട്രീറ്റ് ചെയ്യണത് എന്നുള്ളതാണ്. HMPVക്ക് സ്പെസിഫിക്കായിട്ട്, അതായത് ഇപ്പോൾ നമുക്ക് ഇന്നൊരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇന്നൊരു മരുന്ന് കൊടുക്കുക എന്ന് പറയുന്ന പോലെ സ്പെസിഫിക്കായിട്ട് HMPVക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് ഇല്ല. പക്ഷേ നമുക്ക് കൺസർവേറ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. അതായത് പ്ലെൻറ്റി ഓഫ് ഓറൽ ഫ്ലൂയിഡ്സ് കൊടുക്കുക, പിന്നെ അതുപോലെ തന്നെ സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുക, പിന്നെ അതുപോലെ തന്നെ ആവി പിടിക്കുക, വേപ്പറൈസർ യൂസ് ചെയ്യുക, ഹ്യൂമിഡിഫയർ യൂസ് ചെയ്യുക. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് HMPV സസ്പെക്റ്റ് ചെയ്യണ ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. HMPV സസ്പെക്റ്റ് ചെയ്യണമെന്നല്ല, അതായത് ഇപ്പോൾ പനി, ജലദോഷം, ചുമയ്ക്ക് വന്നാൽ നമ്മൾ ബേസിക്കലി വീട്ടിൽ നിന്ന് ചെയ്യണ കാര്യങ്ങൾ, ആവി പിടിക്കണ കാര്യം, പിന്നെ അതുപോലെ തന്നെ നല്ലോണം വെള്ളം കുടിക്കാൻ പറയണതും ചുടുവെള്ളം കുടിക്കാൻ പറയണതും അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ എപ്പോഴൊക്കെയാണ് നമുക്കിതിന് ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വരിക? ബേസിക്കലി ചെറിയ കുട്ടികൾക്ക് ശ്വാസത്തിന് തടസ്സം വരിക, അല്ലെങ്കിൽ ശ്വാസം എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് അബ്നോർമലായിട്ടുള്ള സൗണ്ട് കേൾക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ചെസ്റ്റിൽ ഇൻഡ്രോയിങ് പോലെ തോന്നുക, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഹോസ്പിറ്റലൈസേഷൻ ചെയ്യേണ്ട ഒരു എമർജൻസി വരാൻ പോണത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൺസർവേറ്റീവായിട്ട് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതിനുള്ളൂ. ഇനി എങ്ങനെയാണ് ഈ HMPV നമ്മൾ ഡയഗ്നോസ് ചെയ്യണത്? അപ്പോൾ ഇതിന് കുറേ റെസ്പിറേറ്ററി പാത്തജൻ പാനൽ ടെസ്റ്റുകളുണ്ട്. പക്ഷേ ഈ ടെസ്റ്റുകൾക്കൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ OP കേസസ് ആണെന്നുണ്ടെങ്കിൽ ഇതിന് ആവശ്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് ഡയഗ്നോസ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നമുക്കിതിന് സ്പെസിഫിക്കായിട്ട് ട്രീറ്റ്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. പക്ഷേ അഫ്കോഴ്സ് നമ്മൾ ഡയഗ്നോസ് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും നമുക്കിതുണ്ട്, മറ്റൊരാൾക്ക് കൊടുക്കണ്ട എന്നുള്ളതും മറ്റൊരാൾക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളതും. പക്ഷേ നമ്മളിത് ഡയഗ്നോസ് ചെയ്യണതിൻ്റെ മുന്നേ തന്നെ നമുക്കിപ്പോൾ ഇങ്ങനെ ചുമ, ജലദോഷം, പനി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ബേസിക് എറ്റിക്വേ, അതായത് ഹാൻഡ് ഹൈജീന്, മാസ്ക് ധരിക്കണ കാര്യം, ഒരു സ്പെസിഫിക് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണ കാര്യം, ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൺസർവേറ്റീവായിട്ട് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പ്രോട്ടോക്കോൾ വഴി തന്നെ ഇത് മാറ്റാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ടു റാപ്പപ്പ്, ഇത് കോവിഡ് പോലെ പാൻഡമിക് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുപോലെ തന്നെ ഇത് കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു സംഭവമാണ്, മുന്നേ കണ്ട് വന്നൊരു സംഭവം കൂടിയാണ്. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഒരു പ്രിക്കോഷൻ നമ്മൾ മുൻകൂട്ടി എടുക്കുന്നത് എല്ലാ രീതിയിലും നല്ലതായിരിക്കും. അത് ഓൾറെഡി നമ്മളിപ്പോൾ ഒരു കോവിഡിൻ്റെ ഒരു പാൻഡമിക് അതിജീവിച്ച് നിൽക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ നമുക്കറിയാം എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് നമുക്ക് ഓൾറെഡി അറിയണ കാര്യങ്ങളാണ്.
അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് നല്ലോണം ശക്തി പ്രാപിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഇതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റണതേ ഉള്ളൂ. അല്ലാണ്ട് ഭയങ്കരമായിട്ട് പേടി പരത്തുന്ന ഒരു സിറ്റുവേഷനിക്കൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ ഇതെല്ലാവരും മനസ്സിൽ വെക്കുക. സ്റ്റേ ഹെൽത്തി. എല്ലാവരും ബേസിക് എറ്റിക്യൂട്ട് ഫോളോ ചെയ്യുക. മാസ്ക് ഇനി മുതൽ ധരിച്ച് പുറത്തിറങ്ങുക. ഇങ്ങനത്തെ ബേസിക് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്താൽ തന്നെ നമുക്കിത് വല്ലാണ്ട് സീരിയസ് ആവാണ്ട് തന്നെ അങ്ങനെ കടന്നു പോകേണ്ട ഒരു സിറ്റുവേഷൻ തന്നെ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.